കഴിഞ്ഞ വർഷം ഏപ്രിൽ 15-ാം തീയതി ലൂർദ് മാതാ കെയറിലോട്ട് 3.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ക്യാൻസർ ബാധിതയായിട്ട് വന്നു. ആ വർഷം തന്നെ നവംബർ 25-ഓടെ ആ കുഞ്ഞിന് പൂർണ്ണമായി സൗഖ്യം നേടി അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. മാർച്ച് മാസം ആദ്യമായപ്പോൾ മോക്ക് പനി വന്ന് അങ്ങനെ ഒരാഴ്ച നിന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അപ്പോൾ അവർ പറഞ്ഞാൽ പിന്നെ വിളർച്ചയുടേതാണ് ഇങ്ങനെ ഉണ്ടായത്. കുറേ ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടെ 1.5-2 കിടന്നിട്ട് വീണ്ടും വീട്ടിൽ വന്ന് പിന്നെ ആഴ്ച ചെക്കപ്പിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പനി വന്നിട്ട് മോക്ക് 10 ദിവസം നിന്ന്. അങ്ങനെ ഇവിടെ അടുത്തുള്ള WNC ഹോസ്പിറ്റലിലും പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലും കാണിച്ചപ്പോൾ അവരവിടെ ബോൺമാരോ ചെയ്തപ്പോൾ ആദ്യം മോക്ക് HB കുറഞ്ഞായിരുന്നു. ഇവിടെ WNC അങ്ങനെയാണ് വണ്ടാനത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അവിടെ ബോൺമാരോ ചെയ്തപ്പോൾ ഈ ക്യാൻസറിൻ്റെ ചില സെല്ല് അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ട് RCCയിലോട്ട് പോയി ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങോട്ട് അവിടെ റെഫർ ചെയ്തത്. അവിടെ ഏത് ഡോക്ടറിനായിരുന്നു റെഫർ ചെയ്തത്? ശ്രീലത. അങ്ങനെയാണ് ഞങ്ങൾ RCCയിൽ വന്ന് ഇത് കാണിച്ചു. അപ്പോൾ അവർ ഇവിടുത്തെ വണ്ടാനത്തെ റിസൾട്ട് അവർക്ക് കാര്യമല്ല. അവിടുത്തെ RCCയിൽ അവർക്ക് ഇത് ചെയ്ത് നോക്കണം. അവർക്ക് ഇത് അവർ കൺഫേം ആക്കിയാലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ അവർ ബോൺമാരോ ചെയ്തപ്പോൾ ഇത് കൺഫേമായി, ഇതാണ് അസുഖം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് അവർ തുടങ്ങി. അങ്ങനെ പിന്നെ 6 മാസത്തെ അവിടെ സ്റ്റേ ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ അവിടെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം എവിടെ കിട്ടുമെന്ന് ആലോചിച്ച് അങ്ങനെ ഞങ്ങളുടെ കൂടെ ചേട്ടനുണ്ട്, ഞങ്ങളുടെ വൈഫിൻ്റെ എടുത്തിയുടെ ഭർത്താവുണ്ട്. അപ്പോൾ ചേട്ടനാണ് ഞങ്ങളന്ന് കൂടുതലും ഹെൽപ്പ് ചെയ്തത് ഹോസ്പിറ്റലിൽ കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പറിലൊക്കെ ഓരോ പല പാട്ടിൽ വിളിച്ചു ചെയ്യുന്നത്. അങ്ങനെ ലൂർദ് മാതായിൽ നമ്പറിൽ വിളിച്ചപ്പോൾ അങ്ങനെ അച്ഛൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തന്നു. ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ ദിവസം ചെക്കപ്പിന് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നല്ല താമസ സൗകര്യം എല്ലാവരും. ഞങ്ങൾ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയെങ്കിലും ആദ്യമൊക്കെ കുഞ്ഞിനെ എപ്പോഴും അഡ്മിറ്റായിരുന്നു. 2 പ്രാവശ്യം ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആയിരുന്നു. ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായി ഡോക്ടർ വിളിച്ച് പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനെ സിസ്റ്റർ അവിടെയുള്ള സിസ്റ്റർമാർ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായി ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നൊക്കെ പിന്നെ മാറ്റം വന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തുടങ്ങി. ആഴ്ചകൾ കഴിയും തോറും കുഞ്ഞിന് കൂടുതൽ സുഖം പ്രാപിക്കാൻ തുടങ്ങിയായിരുന്നു. ആൻറ്റി, ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് സമ്മറി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തുണ്ടായിരുന്ന മനോഭാവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഡിസ്ചാർജ് സമ്മറി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ കാര്യം ആദ്യമൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് 6 മാസം കഴിഞ്ഞ് ഇങ്ങനെ നാട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നാലും 2 പ്രാവശ്യമൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കൗണ്ടിൻ്റെയൊക്കെ വേരിയേഷൻ കണ്ടപ്പോൾ അവർ പിന്നെ അടുത്ത OPയിൽ അങ്ങനെയുള്ള രീതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രയാസം തോന്നി. ഇങ്ങനെ ഡിസ്ചാർജ് സമ്മറി തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണ് കൗണ്ടിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ സിസ്റ്റേഴ്സിൻ്റെ അച്ഛനൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥന സഹായമൊക്കെ ആവശ്യപ്പെട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെന്നപ്പോൾ കൗണ്ടൊക്കെ ഓക്കെ ആയി. അന്ന് ഡിസ്ചാർജ് സമ്മറി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് സമ്മറി കിട്ടി. അപ്പോൾ ചൂടെ മനസ്സിലൊരു സന്തോഷമായി ഡിസ്ചാർജ് സമ്മറി കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അവർ പറയുന്ന ഡേറ്റിന് ചെക്കപ്പിന് പറഞ്ഞിട്ട് ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് പോയി ചെക്കപ്പ് ചെയ്തിട്ട് പോരുകയാണ്. അപ്പോൾ ഇനി ഈ 9-ാം തീയതി ചെക്കപ്പിന് ചെല്ലേണ്ട ഡേറ്റാണ്. ആലപ്പുഴ ബൈപ്പാസിനടുത്തുള്ള ഒരു ഫ്ലൈ ഓവറിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ആലപ്പുഴ എറണാകുളം റോഡിൽ ബൈപ്പാസ് കയറാതെ ഒരു അപ്രോച്ച് റോഡിൽ കൂടെ വന്നാൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനൊക്കെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിലെത്തും. ഇവിടെ എത്താനായിട്ട് വലിയ പാടൊന്നുമില്ല. പക്ഷേ ഈ മക്കൾ അനുഭവിച്ച പാട്, അവരനുഭവിച്ച വിഷമം വളരെ വളരെ വലുതായിരുന്നു. വാടിത്തളർന്ന് ഒരു അനക്കം മാത്രമായിട്ടെത്തുന്ന അമേലിയ എന്ന കുഞ്ഞിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
പക്ഷെ ആ കുഞ്ഞ് ഇന്നെല്ലാ അർത്ഥത്തിലും ആരോഗ്യവതിയായി, മിടുക്കിയായി, അവളുടെ മുഖത്തൊക്കെ ഇപ്പോൾ എത്ര വലിയ തേജസ്സാണ്, പ്രകാശമായി. കുഞ്ഞുമകളെ നല്ലതായിട്ട് ഓടി കളിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും എല്ലാം. 7 മാസങ്ങൾക്ക് മുമ്പുള്ള അമേലിയയും 7 മാസങ്ങൾക്ക് ശേഷമുള്ള അമേലിയയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിന് ഞങ്ങൾക്കും ശുശ്രൂഷകരാകാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പിലും നിങ്ങളുടെ മുമ്പിലുമുള്ള ചാരിതാർത്ഥ്യം.